വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഇന്നത്തെ മത്സരം ചെൽസി വേഴ്സസ് ഫുൾഹാം മാച്ച് പ്രിവ്യൂലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ മാച്ചിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ചെറിയ ഗുട്ടൻസ് കാര്യങ്ങളൊക്കെ തോന്നി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്ക് വിചാരിക്കുന്ന പോലെ ഒരു എളുപ്പ മത്സരമല്ല. പ്രീമിയർ ലീഗിൽ മൊത്തത്തിൽ ഏതൊരു മത്സരവും എളുപ്പമല്ല. പക്ഷെ എന്നാലും ഫുൾഹാം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു മത്സരമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾഹാം എവേയിൽ നല്ല ഫോമിലാണ്. അവര് എവേയില് ലിവർപൂളായിട്ടും ടോട്ടണമായിട്ട് ഡ്രോ പിടിച്ചു. പിന്നെ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് അവർ റീസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണ എവേയിലെ മത്സരങ്ങളിൽ അവർ ക്രിസ്റ്റൽ പാലസ് ആയിട്ട് ജയിച്ചു. ആൻഡ് നമ്മൾ ഹോമിൽ ശരിക്കും പറഞ്ഞാൽ അത്ര പന്തിയല്ല. അതിന് കാരണമുണ്ട്. ഹോമിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടിച്ചിരിക്കുന്ന 37 ഗോളുകളിൽ എത്ര ഗോളാണ് ഹോമിൽ അടിച്ചതെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ 37 ഗോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20 ഗോളെങ്കിലും നമ്മൾ ഹോമിൽ അടിക്കേണ്ടതാണല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 14 ഗോളാണ് ഹോമിൽ അടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഹോം ഫോം അങ്ങനെ കത്തി നിൽക്കുന്ന ഫോം അല്ലെങ്കിലും റീസെന്റ് ഹിസ്റ്ററി ഹോമിൽ നമ്മുടെ നല്ലതാണ്. നമ്മൾ ബ്രെൻഫോർഡായിട്ട് നമ്മൾ 2-1 ജയിക്കുകയുണ്ടായിരുന്നു. ആസ്റ്റൺ വില്ലയായിട്ട് നമ്മൾ ജയിച്ചു. പിന്നെ നമ്മൾ അതിനു മുമ്പ് ഹോം ഗെയിം മത്സരം ഒരെണ്ണം ഉണ്ടെങ്കിലും പിന്നെ ആർസണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടായിരുന്നു നവംബറിൽ. അപ്പൊ നവംബറിൽ 2 മത്സരം, അല്ല ഒക്ടോബറിൽ 2 മത്സരം, നവംബറിൽ 1 മത്സരം, ഡിസംബറിൽ 2 മത്സരം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഫോം ആയി വരുന്ന സമയത്തിന് ശേഷം നമ്മൾ ഹോമിൽ 2-3 മത്സരം എന്തോ നമ്മൾ കളിച്ചിട്ടുള്ളൂ. 2 മത്സരം എന്തോ കളിച്ചിട്ടുള്ളൂ. 2 നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ റീസെന്റ് ഹോം ഫോം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹോം ഫോം ആണ്. അപ്പൊ അത് നമുക്കൊരു കോൺഫിഡൻസ് പുലർത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടീം അവൈലബിലിറ്റിയും ഉള്ളതൊരു ആഡഡ് ഫാക്ടർ ആണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ ഒരു ഗെയിം കുറച്ച് ട്രിക്കിയാണ്. ഫുൾഹാം എവേ ഗോൾ അടിക്കാൻ മടിക്കാത്ത ഒരു ടീമാണ്. അതിന് എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ക്ലീൻ ഷീറ്റ്സ് വെക്കുന്നില്ല, ഇത് ഭയങ്കര ഒരു തൊല്ലയാണ്. നമുക്കൊരു ക്ലീൻ ഷീറ്റ് നമ്മൾ വെച്ച് തുടങ്ങണം. കാരണം ഹോം ഷുഡ് ബി ആർ ഫോർട്രസ്. അപ്പോൾ എത്രയും കൂടുതൽ നമ്മൾ ആ ഡിഫെൻസീവ്ലി നമ്മൾ മിസ്റ്റേക്സ് കുറയ്ക്കുന്നോ അത്രത്തോളം നമ്മൾ ഷോട്ട് ഓൺ ടാർഗറ്റ് അഗൻസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കുറയ്ക്കും. ആൻഡ് ഷോട്ട് ഓൺ ടാർഗറ്റ് അഗൻസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലീൻ ഷീറ്റിന്റെ പോസിബിലിറ്റി കൂടുകയാണ്. ആൻഡ് സാഞ്ചസ് ശരിക്കും നല്ലൊരു ഷോട്ട് സ്റ്റോപ്പറാണ്, നല്ലൊരു ഫോമിലാണ്. പക്ഷെ എപ്പോഴാണ് ഒരു ബഹളി പിടിച്ച മൊമെന്റ് വരണേ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഫുള്ളം ആയതുകൊണ്ട് അത്യാവശ്യം ഓപ്പൺ ആയിട്ട് കളിക്കുകയും ചെയ്യും. അവരങ്ങനെ മിഡ് ടു ലോ ബ്ലോക്ക് വെച്ച് കളിക്കില്ല. അവർ തീർച്ചയായിട്ടും കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നോക്കും. പൊസിഷൻ നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും, നമ്മൾ തന്നെയായിരിക്കും ഡോമിനേറ്റ് ചെയ്ത് കളിക്കാൻ പോകുന്നത്. ഒരു ഫേവറബിൾ റിസൾട്ട് 2-1 ചെൽസിയുടെ സൈഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ അതല്ല, നമ്മൾ ഡിഫെൻസീവ്ലി എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 2-2 ഡ്രോ ആയി മാറാനും സാധ്യതയുണ്ട്. എൻ്റെ ഒരു കണക്കിൽ അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും നമ്മൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എഗൻസ്റ്റ് ഫുൾഹാം. പക്ഷെ കൺസീഡ് ചെയ്യുന്നതിലാണ് എനിക്കൊരു ചെറിയ ടെൻഷൻ ഉള്ളത്. ആൻഡ് എവർട്ടൺ ആയിട്ടുള്ള ഒരു മാച്ച് റിവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഹാഫിൽ വി വർ റിയലി ഗുഡ്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഫുൾഹാമിനെതിരെയും കളിച്ചാൽ മതി. അപ്പോൾ ലൈനപ്പിൽ സത്യം പറഞ്ഞാൽ ഡിസാസ്റ്റർ ക്ലാസിനെ മാറ്റി ഇപ്പൊ കുക്കുറയെ തിരിച്ചു വരികയാണ്. അപ്പൊ ഗുസ്തോ, തോസിൻ, കോൾവിൽ, സാഞ്ചസ് ഗോൾ കീപ്പർ ആൻഡ് കുക്കുറയ, കൈസഡോ, എൻസോ. നമ്മുടെ ലാവിയ സ്റ്റിൽ ഔട്ട് വിത്ത് ഇഞ്ചുറി. ടീമിൽ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ഫുൾഹാം ഗെയിം ഇസ് ടു ഏർലി ഫോർ ഹിം. അപ്പോ കൈസഡോ, എൻസോ ആയിരിക്കും മിഡ്ഫീൽഡ് പിവറ്റ് കോമ്പറ്റ്. നൗ പാൽമർ ആൻഡ് ജാക്സൺ ഫ്രണ്ടിൽ 2 പേരും നമുക്ക് സ്ഥാനം ഉറപ്പിക്കാം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പിന്നെ ഉള്ളൊരു ചോദ്യം, നോണി മാഡോക്കെ ആണോ, പെഡ്രോ നെറ്റോ ആണോ, സാൻചോ ആണോ, ജുവാവോ ഫെലിക്സ് ആണോ എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളി തുടങ്ങുമ്പോഴേ അറിയുള്ളൂ. പക്ഷെ ഇതുവരെ എൻസോ മാരസ്ക ലൈനപ്പ് വെച്ച് നിർത്തുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഹി വിൽ കണ്ടിന്യൂ വിത്ത് പെഡ്രോ നെറ്റോ ആൻഡ് സാൻചോ. കാരണം ഒരു കൺസിസ്റ്റന്റ് 11 ഇറക്കി കളിപ്പിക്കുക എന്നുള്ളതാണ് മെറസ്കയുടെ മനസ്സിലുള്ള പ്ലാൻ. അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ലൈനപ്പ് തന്നെ കാണാൻ സാധിക്കും. ആൻഡ് കുക്കുറയെ ഉള്ളപ്പോൾ സാൻചോന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം കുക്കുറയെ ഒരുപാട് അണ്ടർലാപ്പ് ചെയ്യുമ്പോൾ കുക്കുറയും സാൻചോയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇസ് ബെറ്റർ. പക്ഷെ എവർട്ടണിനെതിരെയുള്ള മത്സരം വിത്ത് 5 അറ്റ് ദ ബാക്ക് സാൻചോന്റെ കാര്യമായിട്ട് ഒരു ഇൻവോൾവ്മെന്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ത്രൂ ഔട്ട് ദ മത്സരം. പക്ഷെ ഈ ഒരു മത്സരത്തിൽ കുറച്ചും കൂടെ ഓപ്പൺ ഗെയിം ആയ സ്ഥിതിക്ക് ഐ എം എക്സ്പെക്ടിങ് സാൻചോ ടു ഹാവ് എ ബെറ്റർ പെർഫോമൻസ്. പെഡ്രോ നെറ്റോയിനും ഒരു ബെറ്റർ പെർഫോമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കുറച്ച് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന പോലെ ജോവോ ഫെലിക്സിന് കുറെ ഗെയിം ടൈം ഉണ്ടാവും. എൻകുങ്കുവിന് ഗെയിം ടൈം കൊടുക്കാത്തതിൽ എനിക്ക് വലിയ വിഷമമൊന്നും ഞാൻ തോന്നുന്നില്ല. ഈവൻ ദോ ഞാൻ എൻകുങ്കുവിന്റെ ഒരു ഫാൻ ആണെങ്കിലും ആൻഡ് ഹി ഈസ് എ മച്ച് ബെറ്റർ പ്ലെയർ. പക്ഷെ ഇപ്പോഴത്തെ മെറസ്ക സിസ്റ്റത്തിൽ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ അല്ല എൻകുങ്കുവിന്റെ ആയിട്ട് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹി ഈസ് മോർ ഓഫ് എ 4-4-2 കളിക്കുന്ന ഒരു ഫ്രഞ്ച് സ്ട്രൈക്കറിന്റെ കൂടെ ഒരു ലിങ്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പ്ലെയർ ആണ്. സോ മേ ബി എൻകുങ്കു ജാനുവരി അല്ലെങ്കിൽ ഒരു സമ്മർ ട്രാൻസ്ഫറിൽ പോകാനുള്ള ഒരു സാധ്യത കൂടുതൽ ഞാൻ കാണുന്നു. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം.
സോ ജാക്സൺ മാർഗ്വി ഓൺ ദ ബെഞ്ച്. പിന്നെ ഒരു പക്ഷേ ഡ്രൂസ്ബറി ഹോൾ ഓൺ ദ ബെഞ്ച് നമുക്ക് കാണാനുണ്ടാവും. വേഗ വിൽ ബി ഓൺ ദ ബെഞ്ച്. വേഗയ്ക്ക് കുറച്ച് ഗെയിം ടൈം, അച്ചിയംപോങ്ങിന് ഗെയിം ടൈം കിട്ടുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം കളിയുടെ ഗതി അനുസരിച്ച്. ഹോപ്പ്ഫുള്ളി വീണ്ടും ഒരു വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇന്നത്തെ മത്സരം ഹോം ഗെയിം ആണ്, നല്ല ശക്തമായി പെർഫോം ചെയ്യണം. ഫുള്ളം എളുപ്പമുള്ള ഒരു ഒപ്പോണന്റ് അല്ല, അവരും എവയിലും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ട്രിക്കി ഗെയിം, എക്സ്പെക്ടിങ് എ ഗുഡ് പെർഫോമൻസ് ആൻഡ് ഗുഡ് റിസൾട്ട്. നിങ്ങളുടെ തോട്ട്സ് എപ്പോഴത്തെ പോലെ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചെൽസി കാർ.